ഇന്ന് മോങ്കുട്ടനും റബേക്കയും അമ്മയും കുട്ടപ്പനും ചേച്ചിയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന ദിവസമാണ്. റബേക്കയ്ക്ക് ഇന്നൊരു പുതിയ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോങ്കുട്ടനും ചേച്ചിക്കൊരു റിങ്ങും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോങ്കുട്ടനും മോതിരം ഭയങ്കര ഇഷ്ടമാണ്. അവൻ വെള്ളി മോതിരമൊക്കെ ഇടയ്ക്കിട്ട് നടക്കാറുണ്ട്. വളയുമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിടയ്ക്ക് ചേച്ചിയുടെ വളയൊക്കെ ഇട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മേളിൽ പോകാമെന്നാണ്. അവിടെ പോയി അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ അവർക്ക് നുള്ളി പറക്കി എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വരും. എനിക്കെന്ന് വെച്ചാൽ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാണിക്കണം. സാധനം മീൻസ് നമ്മുടെ ചെടികളൊക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നട്ട റെഡ് ലേഡിയുടെ തൈ, നമ്മളെ പപ്പായ, പേരയ്ക്ക അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്തു. നമ്മൾ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പയറൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ പടർന്ന് കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈയിടെയായിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയെ ഒച്ച് കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഞാൻ ഇത് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ യാദൃശികമായിട്ടാണ് അത് ഒച്ചാണ് കഴിക്കണതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇന്നും നമുക്കൊരു ഒച്ചിനെ കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഉപ്പിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വെള്ളം സ്പ്രേ ചെയ്യണ ഒരു സ്പ്രിങ്ക്ലർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുത്തു. ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർക്ക് ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് സന്തോഷമാണ് എൻ്റെ കയ്യിൽ നിന്ന് ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി വേണമെങ്കിൽ സന്തോഷം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഫുഡൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കേക്കും ചിപ്സും ചായയൊക്കെ കുറേ നേരം മോങ്കുട്ടൻ്റെ തള്ളൊക്കെ കേട്ടിരുന്നു. മോങ്കുട്ടന് മോതിരം വാങ്ങിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അവർ. റബേക്കയ്ക്ക് ഇപ്പോൾ റബേക്കയുടെ പപ്പ ഉള്ളതുകൊണ്ട് ഫോണൊന്നും കളിക്കാൻ കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്ന ഉടനെ എൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ചിരിക്കുവാണ്. മോങ്കുട്ടന് പിന്നെ ഇവിടെ വന്ന് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല. മാമ ഇവിടെ തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ അവൻ്റെ പപ്പ അവനെ പിടിച്ചുകൊണ്ട് പോകണതാണ് കണ്ടത്. റബേക്കയ്ക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. കുട്ടപ്പൻ കുറച്ച് ദിവസത്തെ ലീവിനല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ഇവരിവിടെ നിർത്താറില്ല, കുട്ടപ്പൻ ഇവിടെ നിർത്താറില്ല. അങ്ങനെ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഇവരിറങ്ങുവാണ്. നമ്മുടെ മുരിങ്ങയാണെങ്കിൽ ഒരുപാട് അങ്ങ് പൊക്കം വെച്ച് പോയിട്ട് ഇപ്പം കാറ്റടിച്ച് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പോയപ്പോൾ ചേച്ചിക്ക് മുരിങ്ങയിലയൊക്കെ ഒടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഒരു ഹാപ്പി ആയിട്ടുള്ള ഈവനിങ് ആയിരുന്നു. ഈ വീഡിയോ കുറച്ച് നീളം കൂടി പോയി, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.